രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വർഷം പൂർത്തിയാക്കുമ്പോൾ കടുത്ത വിമർശനങ്ങളാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. മുഖ്യമന്ത്രി വെറും പാവയും ഉദ്യോഗസ്ഥരുടെ ആജ്ഞാനുവർത്തിയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വൻ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കുന്ന നയമാണ് മുഖ്യമന്ത്രി മുൻപോട്ട് വെക്കുന്നതെന്നും ശിവശങ്കരൻ, കെ എം എബ്രഹാം, DGP അജിത് കുമാർ തുടങ്ങി എത്രയെത്ര ഉദാഹരണങ്ങളാണ് കാണിക്കാനുള്ളതെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. എല്ലാവർക്കുമൊപ്പം ഇടപാടുകളിൽ പങ്കാളിയായി ലാഭം കൈപ്പറ്റിയ ആളായി മുഖ്യമന്ത്രി മാറിയതുകൊണ്ടാണ് നടപടി പോലും എടുക്കാനാവാതെ നിരന്തര ബ്ലാക്ക്മെയിലിങ്ങിന് പിണറായി വിജയൻ വിധേയനാകുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തന്നെ മാസപ്പടി വാങ്ങുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്ത് ഭരണയന്ത്രം ചലിക്കുന്നില്ല. അഴിമതിയുടെ മഹാസാഗരത്തിൽ കിടക്കുമ്പോഴും വനിതകളെയും യുവാക്കളെയും മാനിക്കാൻ പോലും ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല. സമരങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഫാസിസ്റ്റ് നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. പാർട്ടി ബന്ധുക്കളെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിൽ തിരികെ കയറ്റി. കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കണ്ണീരിന് പുറത്താണ് ഈ നിയമനങ്ങൾ നടന്നത്. 1 ലക്ഷത്തിൽ പരം പിൻവാതിൽ നിയമനങ്ങൾ നടന്നുവെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കേണ്ട അർഹരായ ഉദ്യോഗാർത്ഥികളിൽ വെറും 1/3 മാത്രമാണ് നിയമനം ലഭിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബി വഴി പദ്ധതികൾ നടപ്പാക്കി തുടങ്ങിയതോടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട കോടിക്കണക്കിന് രൂപ സർക്കാർ വകമാറ്റി ചെലവഴിച്ചു. അവരുടെ ക്ഷേമ പദ്ധതികളും ഭവന പദ്ധതികളും അവതാളത്തിലായി. സംസ്ഥാനത്ത് നടക്കുന്ന ദളിത് പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ലാത്ത അവസ്ഥയായി. ഒരു ജനാധിപത്യ സർക്കാരിന് ചേരാത്ത രീതിയാണ് ഭരണകൂടത്താലും പോലീസാലും ദളിത് അപമാനിക്കപ്പെടുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭൂമി, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ സമ്പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. സംസ്ഥാനത്ത് ഭൂരഹിതരായ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ എണ്ണം പല മടങ്ങായി. മലയോര ജനതയ്ക്ക് കൃഷി ഇറക്കാൻ വയ്യാത്ത നിലയാണ്. വന്യജീവി ആക്രമണത്തിൽ ജീവനുകൾ നഷ്ടപ്പെട്ടത് 1000-ലേറെയായി. സർക്കാർ കണ്ണടയ്ക്കുകയാണ്. തീരദേശ ജനതയുടെ കാര്യവും വ്യത്യസ്തമല്ല. പട്ടിണി നിത്യസംഭവമായിരിക്കുന്നു. ഇന്ത്യയിൽ ഒട്ടാകെ നാണയപ്പെരുപ്പം പിൻപോട്ട് പോയപ്പോൾ കേരളത്തിൽ അത് ഇരട്ടിയായി. ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. സാധാരണക്കാരന് ജീവിതം അസഹനീയമായി. തലതിരിഞ്ഞ സാമ്പത്തിക നയം കേരളത്തെ കടക്കണിയിലാക്കി. കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ പരാജയപ്പെട്ട മറ്റൊരു സർക്കാരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ധൂർത്ത് സർവകാല റെക്കോർഡ് മറികടന്നു. സർക്കാരിന്റെ പ്രതിച്ഛായ നന്നാക്കാനും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുവാനും കോടികൾ ചിലവഴിച്ചു. അതേസമയം കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടായിരുന്നില്ല. കേരളത്തിലെ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ PR ഏജൻസികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ചെലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണത്തിന് ഒരു പഞ്ഞവും ഉണ്ടായില്ല. വൈദ്യുതി ചാർജ്, വെള്ളക്കരം എന്നിവ കുത്തനെ വർദ്ധിച്ചു. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കി കോർപ്പറേഷനുകൾക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കപ്പെട്ട നിലയിലുള്ള ഷോർട്ട് ടൈം കരാറുകൾ ഉണ്ടാക്കി വൈദ്യുതി വാങ്ങി അതിന്റെ അധിക ഭാരം മുഴുവൻ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. ഇതിന് കോടിക്കണക്കിന് കമ്മീഷൻ പലരും കൈപ്പറ്റി. ഇത്രയും വർഷം പിന്നിട്ടിട്ടും വീണ്ടും ദീർഘകാല കരാറിനെ കുറിച്ച് ചർച്ച നടത്താനോ ഒപ്പുവെക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതിലേറെ കെടുകാര്യസ്ഥതയ്ക്ക് എന്തുദാഹരണമാണ് വേണ്ടതെന്നും ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ 4 വർഷം ചെയ്ത കാര്യങ്ങളുടെ അവകാശവാദങ്ങളുടെ പട്ടിക നിരത്താൻ മത്സരിക്കുന്ന വകുപ്പ് മന്ത്രിമാർ, മറുഭാഗത്ത് അവയെ കീറിമുറിച്ച് സർക്കാർ അവകാശവാദം പൊള്ളയാണെന്ന് വരുത്താൻ പെടാപ്പാടുപെടുന്ന പ്രതിപക്ഷം. പിണറായി വിജയനും മന്ത്രിമാരും സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചൂടുപിടിച്ച രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. തുടർ ഭരണമാണ് LDF ലക്ഷ്യമെങ്കിൽ ഏത് വിധേനയും ഭരണം പിടിക്കുവാനുള്ള ശക്തമായ ശ്രമത്തിലാണ് പ്രതിപക്ഷം. അതിനുള്ള ആയുധങ്ങളായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് തുടർച്ചയായി ഭരണപക്ഷത്തിനെതിരായുള്ള ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവുമാണ്. അഴിമതിയും ആക്രമണവും സ്വജനപക്ഷപാതവും ഏകാധിപത്യവും അങ്ങനെ നിരവധി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി വെക്കുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണപക്ഷത്തിനെതിരായി ഉപയോഗിക്കുവാൻ പ്രതിപക്ഷം.